ഇപ്പോൾ ഹൈഡ്രോപോണിക് ഫാമിംഗ് എല്ലാവർക്കും അറിയാം, പക്ഷെ മൈക്രോ ഗ്രീൻ ഫാമിംഗ് ആർക്കും അറിയില്ല. അപ്പം അതിങ്ങനെ ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവൻ്റെ AC ഒക്കെയാണ്. AC അതിന് വേണ്ടിയിട്ട് AC കുറച്ച് എമൗണ്ട് വരും. ഇപ്പം എല്ലാ ആൾക്കാരും ചിലപ്പോൾ AC വെക്കണം എന്നില്ല. ചില വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല എയർ സർക്കുലേഷൻ ഉള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ളതാണ്, ഒരു ബിസിനസ്സായിട്ടല്ല ഒരാൾ ചിന്തിക്കുന്നതെങ്കിൽ. ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു 5000 രൂപ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിന് ആവശ്യമായ കാര്യങ്ങൾ കൊടുത്ത് വളർത്തും. നിങ്ങളുടെ വീട്ടാവശ്യത്തിനായുള്ള പച്ചക്കറി നിങ്ങൾക്ക് സ്വന്തമായി കൃഷി ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു ഉത്തരമാണ്, എനിക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലമില്ല. എന്നാൽ ഇങ്ങനെ പറയുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഐഡിയയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഇന്ന് കൃഷി മേഖലയിൽ ഏറ്റവും ജനപ്രീതി നേടിയ ഒരു മേഖലയാണ് മൈക്രോ ഗ്രീൻ ഫാമിംഗ്. വളരെ കുറഞ്ഞ സ്ഥലത്ത് വളരെ മികച്ച രീതിയിലുള്ള മൂല്യത്തിൽ നമുക്ക് പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പോഷക സമൃദ്ധവും വിപണിയിൽ മികച്ച ഡിമാൻഡ് ഉള്ളതും നമ്മുടെ പരിസ്ഥിതിയെ കാത്തു സംരക്ഷിക്കാൻ സാധിക്കുന്നതുമായ ഒരു കൃഷി രീതിയാണ് ഇതിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങളും മൈക്രോ ഗ്രീൻ ഫാമിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണോ? ഈ കൃഷി രീതിയിലൂടെ മാസം 50,000 രൂപ വരെ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എന്നാൽ അതിന് ഫ്രീഡം ആപ്പ് നിങ്ങളെ സഹായിക്കും. ഞങ്ങളുടെ വെണ്ടർ അജയ് ഗോപിനാഥ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അന്ന് എനിക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് കൂടുതലായി. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ എവിടെയാണ് കിട്ടുന്നതെന്ന് അന്വേഷിച്ച് നടക്കാൻ തന്നെയായിരുന്നു എനിക്ക് ഒരുപാട് എമൗണ്ട് എനിക്ക് ചിലവായിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴെന്ന് പറയുന്നത് വളരെ കുറച്ച് മതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50,000 റുപ്പീസിന് താഴെ മതിയാവും ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. AC ഒക്കെയാണ്. AC അതിന് വേണ്ടിയിട്ട് AC കുറച്ച് എമൗണ്ട് വരും. ഇപ്പം എല്ലാ ആൾക്കാരും ചിലപ്പോൾ AC വെക്കണം എന്നില്ല. ചില വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല എയർ സർക്കുലേഷൻ ഉള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും AC വെക്കേണ്ട കാര്യമില്ല അവിടെ. പക്ഷെ എന്നാലും നമ്മൾ പ്രിഫർ ചെയ്യാറുണ്ട് AC. എയർ സർക്കുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഹ്യൂമിഡിറ്റി ഒരു സ്ഥലത്ത് നിന്ന് കഴിയുമ്പോഴാണ് അവിടെ ഭയങ്കരമായിട്ട് പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പോൾ ആ എയർ പാസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഒരു വാട്ടർ കണ്ടന്റ് ആണ് എയറിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഹ്യൂമിഡിറ്റി കുറയും, നാച്ചുറലി ഹ്യൂമിഡിറ്റി കുറയും. അതെ, അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളും ഉണ്ട്. ഇതിനകത്ത് ഒരു ഗവൺമെന്റിനെ കുറിച്ച് വലുതായിട്ട് അറിയില്ല. അതാണ് ആകെയുള്ളൊരു ഒരു പ്രോബ്ലം അതാണ്. അപ്പം നമ്മളിതിൻ്റെ തീർച്ചയായിട്ടും ഇങ്ങനെ മൈക്രോ ഗ്രീൻ ഫാമിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു കൃഷിഭവനിലോ അല്ലെങ്കിൽ ഗവൺമെന്റിലോ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവരാദ്യം ചോദിക്കുക എന്താണ് മൈക്രോ ഗ്രീൻ ഫാമിംഗ്. ഇപ്പോൾ ഹൈഡ്രോപോണിക് ഫാമിംഗ് എല്ലാവർക്കും അറിയാം, പക്ഷെ മൈക്രോ ഗ്രീൻ ഫാമിംഗ് ആർക്കും അറിയില്ല. അപ്പം അതിങ്ങനെ ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ഗ്രോയിങ് സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത്. മൈക്രോ ഗ്രീൻ ഫാമിംഗ് ആരംഭിക്കുന്നതിന് ആവശ്യമായ വായ്പ, മൂലധനം, സർക്കാർ ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാം അടങ്ങിയ ഒരു ചെറിയ ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. അതുകൊണ്ട് മാത്രമായോ? ഇല്ല അല്ലേ. മൈക്രോ ഗ്രീൻ ഫാമിംഗിന്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചും പോഷക ഗുണങ്ങളെക്കുറിച്ചും, മൈക്രോപോണിക്സ്, മണ്ണ് വളർത്തൽ, മുളപ്പിച്ച വിത്തുകൾ എങ്ങനെ വ്യത്യസ്തമായി ഉപയോഗിക്കുന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനിരിക്കുന്നു. മൈക്രോ ഗ്രീൻ ഫാമിംഗിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ അടങ്ങിയ കോഴ്സ് വീഡിയോ ഇപ്പോൾ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം. പക്ഷെ അത് നമുക്ക് കിട്ടാൻ ഒരു ചാൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇത് ഔട്ട്ഡോറിൽ മാറ്റി അതിലൊരു പോളി ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുക, എന്നിട്ട് ഇതേപോലത്തെ ഒരു എൻവയോൺമെന്റ് അതിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യാം. അതിന് സബ്സിഡി കിട്ടും. പോളി ഹൗസിന് സബ്സിഡി ഉണ്ട്, പക്ഷെ ഈ ഒരു ട്രൈ വാങ്ങിക്കാൻ സബ്സിഡി ഇല്ല. ലോൺ ഫെസിലിറ്റീസ് അവൈലബിൾ ആണോ ബാങ്കുകളിൽ? ഞാൻ അതാണ് പറഞ്ഞത്. ഇപ്പൊ ഗവൺമെന്റിന് തന്നെ അറിയില്ല, അപ്പൊ ബാങ്കിന് ഇതിനെ കുറിച്ച് തീരെ അറിയില്ല. ഈ ഒരു കൃഷി രീതി എന്ന് പറയുന്നത് ഒരു വളരെ ന്യൂ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണിത് ഇപ്പോഴും ഈ ഒരു സ്റ്റേജിൽ. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ പോളി ഹൗസിന് കിട്ടും, പക്ഷെ ആ ഒരു ഇതിലോട്ട് 80 സ്ക്വയർ ഫീറ്റിന് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അതാണ്. അതെ, ഇപ്പോൾ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ളതാണ്, ഒരു ബിസിനസ്സായിട്ടല്ല ഒരാൾ ചിന്തിക്കുന്നതെങ്കിൽ. ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു 5000 രൂപയ്ക്ക് എനിക്കിത് ചെയ്യാം, പ്രശ്നമില്ല. ട്രേസും സീഡും മാത്രം വാങ്ങിച്ചാൽ മതി. അതിനുവേണ്ടി നമ്മൾ ഒരു വീട്ടിലേക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും ഒരു AC വെക്കുകയോ അല്ലെങ്കിൽ ഡീഹ്യൂമിഡിഫയർ വെക്കുകയോ ഒന്നും നമ്മൾ ചെയ്യില്ല. വീട്ടിലേക്ക് ആവശ്യമുള്ള നമ്മൾ ഏതെങ്കിലും ഒരു ബാൽക്കണിയുടെ സൈഡിൽ വെച്ച് നമ്മൾ അതിനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിന് ആവശ്യമായ കാര്യങ്ങൾ കൊടുത്ത് വളർത്തണം എന്നുള്ളതാണ്. നമ്മൾ ഇതിനിടയ്ക്ക് വിട്ടുപോയൊരു സംഭവം വെള്ളത്തിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. വെള്ളത്തിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് pH, പാർട്സ് ഓഫ് ഹൈഡ്രജൻ, pH കറക്റ്റ് ചെയ്ത് വെള്ളം മാത്രമേ നമ്മൾ ഇതിനെ യൂസ് ചെയ്യാവൂ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ നേരത്തെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാനത് ഓർത്തുകൊണ്ട് ഞാനത് പറഞ്ഞത്. വെള്ളമാണോ pH നോക്കേണ്ടത്? വെള്ളത്തിന്റെ pH നമ്മൾ നോക്കണം. വെള്ളത്തിന്റെ pH അത് 6.5 വരെ ആവാം. 5.5 to 6.5 വരെയുള്ള റേഞ്ചിൽ നമുക്ക് വെള്ളത്തിന്റെ pH ആവാം. അതിന്റെ TDS എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ് എന്ന് പറയും. അതായത് വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള സോളിഡ്സിന്റെ ഒരു കണ്ടന്റ് ആണ് TDS എന്ന് പറയുന്നത്. അത് ബിലോ 300 ആയിരിക്കണം. അതാണ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കുടിക്കാൻ പറ്റുന്ന വെള്ളത്തിന്റെയാണ്. അപ്പൊ ഈ pH ചെക്ക് ചെയ്യുന്നതിന് വല്ല ഉണ്ട്. നമുക്ക് അതിന്റെ ഡിജിറ്റൽ മീറ്റേഴ്സ് ഇപ്പൊ അവൈലബിൾ ആണ്. അത് നമുക്ക് ചെക്ക് ചെയ്യാം.
അത് ഓൺലൈനിൽ വാങ്ങിക്കുകയാണ് ഓൺലൈൻ വാങ്ങിക്കാം നമുക്ക്. അതെ, ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പം സാധാരണ പണ്ടത്തെ കർഷകർ ചെയ്തുകൊണ്ടിരുന്നത് അവർക്കൊരു സ്ട്രിപ്പ് ഉണ്ട്. ആ സ്ട്രിപ്പിൽ ഒഴിച്ച് ലിക്വിഡ് ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ കളർ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും അസിഡിറ്റി ആണോ അതോ ആൽക്കലൈൻ ആണോ എന്നുള്ളത്. ഈ ചെടി വളർന്നു വരുന്നതിനല്ല അതിന്റെ ഒരു മിടുക്കെന്ന് പറയുന്നത്. ഇത് കട്ട് ചെയ്ത് കഴിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ന്യൂട്രിയൻസിനാണ് അതിന്റെ മിടുക്ക്. ആ ന്യൂട്രിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് വെക്കുന്നത്. അല്ലാതെ ഞാൻ ഈ വിത്ത് ഞാൻ ഏത് മണ്ണിലിട്ട് ഞാൻ കിളിച്ചു വരും, പക്ഷെ കിളിച്ചു വരുന്ന വെറും ചെടി മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനകത്തുള്ള ക്വാളിറ്റീസ് ഉണ്ടാവില്ല. ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഫാമിന് ഇൻഷുറൻസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഷുറൻസ് സെഗ്മെന്റിലും ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. അത് ശരി. മറ്റു പല കൃഷികളും എല്ലാം ഇപ്പോൾ കൊടുത്തു വരുന്നുണ്ട്. ഇതൊരു പോപ്പുലർ അല്ലാത്തൊരു കൃഷി രീതി ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈവൻ കൃഷി ഡിപ്പാർട്ട്മെന്റിൽ പോലും ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉള്ളതായിട്ട് അറിയില്ല. അതെ. ഇപ്പം ഞാൻ ഒരുപാട് ക്ലാസ്സുകളൊക്കെ ഞാൻ എടുക്കാൻ പോയിട്ടുണ്ട്. ഈവൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പം അവർക്കെല്ലാം ഒരു അത്ഭുതമാണ്. ഈവൻ ഒരു പ്രൊഫസർ വരെ, അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് വരെ അവരിങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ട് അവർക്ക് പഠിക്കാനുള്ള ഒരു പോർഷൻ കൂടെയാണത്. ഞാൻ മുംബൈയിലെ റുയ കോളേജിൽ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിന് ഈ ഒരു സബ്ജക്റ്റ് ഉണ്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. വാട്ട് ഈസ് മൈക്രോ ഗ്രീൻ, എന്താണ് അതിന്റെ ഗുണം, ഇത്രയേ ഉള്ളൂ അത്. അപ്പോൾ നമ്മളിൽ നിന്ന് കേട്ട ഒരു അറിവ് വെച്ചിട്ട് അവരത് കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. മൈക്രോഗ്രീൻ ഫാമിംഗിന് ആവശ്യമായ വായ്പ, മൂലധനം, സർക്കാർ ആനുകൂല്യങ്ങൾ എന്നിവ അടങ്ങിയ ചാപ്റ്ററിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയത്. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇപ്പോൾ തന്നെ ഫ്രീഡം ആപ്പിലെ കോഴ്സ് വീഡിയോ മുഴുവനായി കാണൂ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.